നിങ്ങൾ LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ? മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 3 ലഭിക്കുന്ന എത്ര സംഖ്യകൾ 100നും 200നും ഇടയിൽ ഉണ്ട് എന്നതാണ് ചോദ്യം. എന്താണ്? 100നും 200നും ഇടയിൽ അക്കങ്ങളുടെ തുക 3 വരുന്ന സംഖ്യകൾ എത്ര എണ്ണമുണ്ട് എന്നതാണ്. ഒരു സംഖ്യ, ഒന്നാമത്തെ സംഖ്യ തന്നെ എടുക്കാം, 101. ഇതിലെ അക്കങ്ങൾ ഏതാണ്? 1, 0, 1. ഇത് 3ഉം കൂട്ടി നോക്കൂ. 1 + 0 + 1 = 2 ആണ്. ഇവിടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയപ്പോൾ 2 ആണ് ഉത്തരം ലഭിച്ചത്. നമ്മൾക്ക് കിട്ടേണ്ടത് 3 ആണ്. അപ്പോൾ അടുത്ത സംഖ്യ ഒന്നും കൂടെ നോക്കാം. 102 എടുത്ത് നോക്കാം. അപ്പോൾ 1 + 0 + 2, ഇത് ഉത്തരം 3 ലഭിച്ചു. അപ്പോൾ ഒരു സംഖ്യ 102 ആണ്. ഇതുപോലത്തെ ബാക്കി എത്ര സംഖ്യകളുണ്ട്? എളുപ്പത്തിൽ എങ്ങനെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 100നും 200നും ഇടയ്ക്കുള്ള നമ്പറാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്പർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഉറപ്പാണല്ലോ. ഇനി രണ്ടാമത്തെ നമ്പറും കിട്ടണം, മൂന്നാമത്തെ നമ്പറും കിട്ടണം. ആദ്യത്തെ നമ്പർ 3 നമ്പറും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 3 കിട്ടണം. ഒന്നാമത്തെ നമ്പർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ബാക്കി 2 സംഖ്യകൾ കൂട്ടിയാൽ 2 ആണ് ലഭിക്കേണ്ടത്. 2 കിട്ടിയാൽ തന്നെ ഇത് 3ഉം കൂട്ടിയാൽ 3 ആകും. അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 1 ഇവിടെ ഉണ്ട്. ഇനി 1 നമ്മൾ നോക്കണ്ട. ഇത് 2ഉം കൂട്ടിയാൽ 2 കിട്ടുന്ന സംഖ്യകളുടെ എത്ര സാധ്യതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 02 എന്നാക്കാം. അപ്പോൾ 3 കിട്ടും അല്ലേ? 02, 1, 0, 2, 3 ആയി. ഇനി രണ്ടാമത്തത് 1 ഓൾറെഡി 1 തന്നെയാണ്. പിന്നെ 02 എന്നുള്ളത് എന്ത് ചെയ്യുക? 1 + 1, ഇതാണ് 3 കിട്ടാനുള്ള അടുത്ത സാധ്യത. ഓക്കെ, ശരിയല്ലേ? വീണ്ടും 1 + 1 എന്നുള്ളത് 2 + 0. ഓക്കെ, 2 + 0 അതും 3 ആണ്. ഇനി സാധ്യതയുണ്ടോ? ഇനിയില്ല. അപ്പോൾ ഈ 3 നമ്പറുകൾ മാത്രമേ 100നും 200നും ഇടയിൽ അക്കങ്ങൾ പരസ്പരം കൂട്ടിയാൽ 3 ലഭിക്കുന്ന സംഖ്യകളുള്ളൂ. മനസ്സിലായല്ലോ? ഒരു ചോദ്യവും കൂടെ നമുക്ക് നോക്കാം. സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 ലഭിക്കുന്ന എത്ര സംഖ്യകൾ 200നും 300നും ഇടയിലുണ്ട് എന്നതാണ് ചോദ്യം. ചോദ്യം എങ്ങനെയാണ്? 200നും 300നും ഇടയിൽ അക്കങ്ങളുടെ തുക എത്രയാണ്? അക്കങ്ങളുടെ തുക 6 ലഭിക്കുന്ന എത്ര സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 200നും 300നും ഇടയിലാണ് സംഖ്യ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ശരി, ഉറപ്പല്ലേ? 2. ഇനി 2 പ്ലസ് പിന്നെ രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും 3 സംഖ്യ കൂട്ടിയാൽ 6 ഉത്തരം ലഭിക്കണം. 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. എല്ലാത്തിൻ്റെയും ആദ്യത്തെ നമ്പർ 2 ആയിരിക്കും. ഇനി ഇത് 2ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? ഇതിൻ്റെ 2ൻ്റെയും വാല്യൂ അപ്പോൾ എത്ര ആയിരിക്കണം? ആകെ 6 ആണ് കിട്ടേണ്ടത്. 2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 2ഉം കൂട്ടിയാൽ 4 കിട്ടണം. 4 കിട്ടാൻ സാധ്യതയുള്ള 2 അക്കങ്ങളെ കൊണ്ട് 2 അക്കങ്ങൾ കൂട്ടിയിട്ട് 4 കിട്ടാൻ സാധ്യതയുള്ള സംഖ്യകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഒന്നാമത്തേതിന് നോക്കാം. 4 ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം 04 ആണ്. ശരിയല്ലേ? 2 + 0 + 4 6 ആണ്. രണ്ടാമത്തെ സംഖ്യ 2 + 0 എന്നുള്ളത് 1 + 3 = 6. ഇത് രണ്ടും 4 ആയല്ലോ. അത് മാത്രം നോക്കിയാൽ മതി. 2 + 2 6 ആയല്ലോ. ഇത് രണ്ടും 4 ആയല്ലോ. ഓക്കെ, അടുത്തത് 2 + 2 എന്നുള്ളത് 3 ആക്കി കൊടുക്കുക. അതുപോലെ 2 എന്നുള്ളത് കുറച്ച് 1 ആക്കി കൊടുക്കുക. അപ്പോൾ എത്ര ആവും? വീണ്ടും 6 ലഭിക്കും. ഇനി അടുത്ത സംഖ്യ 2 + 3 എന്നുള്ളത് 4 ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ 0 ആക്കി കൊടുക്കണം. ഓക്കെ, 6 കിട്ടിയല്ലോ. ഇനി സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1, 2, 3, 4, 5 നമ്പറുകളാണ് ഈ 200നും 300നും ഇടയ്ക്ക് സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 ലഭിക്കുന്ന 5 സംഖ്യകൾ മാത്രമാണ് ഉള്ളത്. ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടിയല്ലോ. ഇതുപോലത്തെ കണക്ക് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം.